ഡോക്ടർ, ഈ ക്യാൻസറിനെ എങ്ങനെ പ്രതിരോധിക്കാം? പൊതുവെ ക്യാൻസർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? വളരെ ആകാംക്ഷയുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇത്. നമ്മുടെ നാട്ടിൽ ക്യാൻസർ വർദ്ധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ ഏതാണ്ട് വികസിത രാജ്യങ്ങളുടെ തുല്യമായ ഒരു പാറ്റേൺ ആണ് ഉള്ളത്. കേരളത്തിലെ രോഗികളിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് പുരുഷന്മാരിൽ ശ്വാസകോശ ക്യാൻസറും പ്രോസ്റ്റേറ്റ് ക്യാൻസറും, ഓക്കെ ഓക്കെ സ്ത്രീകളിൽ അത് ബ്രസ്റ്റ് ക്യാൻസറും തൈറോയ്ഡ് ക്യാൻസറും ഗർഭാശയ ഗള ക്യാൻസറുമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ചില ക്യാൻസറുകളെ നേരത്തെ കണ്ടെത്തി നമുക്ക് തടയുവാൻ സാധിക്കും. അതിന് രണ്ട് മാർഗങ്ങളാണ്. ചിലതിനെ നമുക്ക് ശക്തമായ സ്ക്രീനിങ് മെത്തേഡുകളിലൂടെ നേരത്തെ ഡിറ്റക്ട് ചെയ്ത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് വളരെ ചെറിയ ഘട്ടത്തിൽ തന്നെ, ചെറുതായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ഏറ്റവും നല്ല ഭേദമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. രണ്ടാമതായി, ചില അസുഖങ്ങൾക്ക് ഇന്ന് പ്രതിരോധ മരുന്നുകളുണ്ട്. അതിനുപയോഗിച്ച് നമുക്ക് തടയുവാൻ സാധിക്കും. ഇതാണ് ക്യാൻസറിന്റെ മേഖലയിൽ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തും ഇന്ന് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകളുടെ ക്യാൻസറിൽ ഒരു വലിയ മുന്നേറ്റം സംസ്ഥാന തലത്തിൽ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തുകയാണ്. ആരോഗ്യവകുപ്പ് സ്ത്രീകളുടെ ക്യാൻസർ സ്ത്രീകളിലൂടെ തന്നെ പരിഹരിക്കുന്നതിന് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ എന്ന ഒരു വലിയ ക്യാമ്പയിൻ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ആ ക്യാമ്പയിന്റെ ഭാഗമായി നിലനിൽക്കുന്ന സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടെത്തി സ്ത്രീകളിലെ പ്രത്യേകിച്ച് ഗർഭാശയ ഗള ക്യാൻസറും മാറിലെ ക്യാൻസറും നേരത്തെ തന്നെ കണ്ടെത്തി പരിഹരിക്കുന്നതിനും ഏറ്റവും നല്ല ഒരു ജീവിതം അവർക്ക് തുടർന്ന് മുന്നോട്ട് പോകുന്നതിനും ഉള്ള അവസരം ഉണ്ടാക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെയും നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെയും ലക്ഷ്യം.